ഞാൻ മാത്തൂരിലേക്ക് കൂടി വരികയാണ്. ടി നന്ദഗോപാൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. നന്ദഗോപാൽ, മാത്തൂർ UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ AB ഗോപിനാഥ് മാത്തൂരിലല്ല, തൊട്ടപ്പുറത്ത് പെരിങ്ങോട്ടുകുറിശ്ശിയാണെങ്കിൽ കൂടിയും AB ഗോപിനാഥിന്റെ അനുയായികൾ ധാരാളം, അവർക്ക് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് മാത്തൂർ. AB ഗോപിനാഥ് രാഹുൽ മാങ്കൂട്ടത്തിന് കൈകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, പക്ഷേ ഡോക്ടർ P സരിനും കൈകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് AB ഗോപിനാഥിന്റെ അനുയായികൾ ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള ചോദ്യം അവിടെയുണ്ട്. പക്ഷേ AB ഗോപിനാഥ് ഫാക്ടർ ഒന്നും കോൺഗ്രസിന് ഒരു വിഷയമല്ല എന്ന് നേരത്തെ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. UDF ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ കൂടിയും മാത്തൂരിൽ ഏതെങ്കിലും തരത്തിൽ അടിത്തട്ടിൽ ഒരു ഭീഷണി മണക്കുന്നുണ്ടോ UDF? മാത്തൂരിന്റെ വിധി എന്താവാനാണ് സാധ്യത? സൈഫുദ്ദീൻ, തീർച്ചയായും ഈ മാത്തൂരിനെ സംബന്ധിച്ച അവിടെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. UDF-നും LDF-നും ഒരുപോലെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ മാത്തൂർ എന്ന് പറയുന്നത്. ഇവിടെ 16 അംഗങ്ങളുള്ളതിൽ 8-ൽ UDF-ഉം 7-ൽ LDF-ഉമാണുള്ളത്. ഒരാൾ മാത്രമാണ് BJP-ക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കനത്ത മത്സരം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പഞ്ചായത്ത് UDF-ന്റെ കയ്യിലാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരിയ തോതിൽ LDF-നെയാണ് മാത്തൂര് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ LDF-ന് അവിടെ 332 വോട്ടിന്റെ ലീഡാണ് ഉള്ളത്. അപ്പോൾ LDF-ന് അത് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22 ബൂത്തുകളിലുള്ളതിൽ 12 എണ്ണമാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇത്തവണ വോട്ടിന്റെ ഫലം വരുമ്പോൾ 15ആയി ഈ ശക്തി കേന്ദ്രം ഉയരുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കും അധികം ആത്മവിശ്വാസം UDF അവിടെ വെച്ച് പുലർത്തുന്നുമുണ്ട്. പക്ഷേ CPM-ന് ചെറിയ ഭീതിയുള്ളത് അവിടെ മാത്തൂരിൽ ചെറിയ പടലപ്പിണക്കങ്ങളൊക്കെ CPM-നുള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ CPM നേതൃത്വം ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJP-യെ സംബന്ധിച്ച് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ഒരു പഞ്ചായത്താണ്. തങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുമെന്നുള്ള വിശ്വാസം BJP-ക്കില്ല. എങ്കിൽ പോലും ആനിക്കോട് പോലുള്ള മേഖലകളിലൊക്കെ തന്നെ BJP അവരുടെ ഒരു പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നേട്ടമായി വരും എന്നുള്ളതാണ് BJP-യും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വാദപ്രതിവാദങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ഒരു പക്ഷേ ഈ ഒരു മാത്തൂരിലെ വോട്ടിനെ സ്വാധീനിച്ചേക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ആരെ സ്വാധീനിക്കും, ആർക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു വിവാദങ്ങളൊക്കെ LDF-നെ പിന്തുണച്ചോ UDF-നാണോ അനുകൂലിച്ചത്, അല്ലെങ്കിൽ അത് തിരിച്ചടിയാവുകയാണോ ചെയ്തത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്തൂർ ആര് പിടിക്കുമെന്ന് ചോദിച്ചാൽ അതിനും ഈ സമയം ഉത്തരമില്ല. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണെങ്കിൽ കൂടിയും നേരിയ മാർജിനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ LDF സ്ഥാനാർത്ഥി ലീഡ് നേടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലം മൊത്തത്തിലെടുക്കുന്നത് പോലെ തന്നെ മാത്തൂർ പഞ്ചായത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഈ 10-33 ദിവസം നീണ്ട പ്രചാരണ യുദ്ധ കോലാഹലങ്ങൾക്കിടയിൽ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ പ്രചാരണ ആയുധമായി വന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഓരോന്നിലേക്കും വളരെ പെട്ടെന്ന് നമുക്ക് പോയി വരാം.